വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഈ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്ന നിന്റെ എന്തെങ്കിലും മണ്ടത്തരം ചോദിച്ചിട്ടുണ്ട്? വേണമെന്ന് വെച്ച് വൃത്തിക്ക് ചെയ്ത ഏതെങ്കിലും ഒരു ചോദ്യം. ജൻസി വാക്കുകൾക്കൊക്കെ എന്ത് ചെയ്യും അപ്പൊ നിങ്ങള്? പക്ഷ്മളാക്ഷി, അക്ഷസ്ഫടിക സംകാശം. അത് നല്ലതാണെന്നാണ് പഴമയുടെ അഭിപ്രായം. വാർത്താ അവതാരകരിലെ മമ്മൂട്ടി വിരമിക്കണം. ചിലപ്പോ തോന്നാറുണ്ട് മതിയാക്കിയാലോ. ഇപ്പൊ ഈയിടെ പോയി ഡാൻസ് അരങ്ങേറ്റ ഇവിടെ പറയുന്നില്ല കേട്ടോ. എനിക്ക് ക്യാമറയിൽ നോക്കി അഭിനയിക്കാൻ അറിയില്ല. എന്റെ അതേ വിഷമം. നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ട്രോളുകൾ കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ട്രോള് വായിച്ച് സന്തോഷിച്ചിട്ടുള്ളത്? ആരും പറയില്ല. എനിക്കാന്ന് തോന്നണേ കേട്ടോ. എനിക്ക് എന്ത് കിട്ടിയാലും സന്തോഷം. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് പറയാൻ വേണ്ടിട്ടാണ് ഈ ചോദിക്കുന്നത്. ആരും അത് പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. എന്നത്തെല്ലാം വേറെ ആരും. അതെ അതെ, അങ്ങനെ അല്ല. അങ്ങനെ ട്രോളുകളൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളെ കുറിച്ച് കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ട്രോൾ ഉണ്ടോ? എവിടെയെങ്കിലും ട്രോള് വന്നിട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇത് കാണാനൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വായിക്കുന്ന സമയത്തൊന്നും ട്രോൾ ഇല്ല. അത് ശരി. അങ്ങനെ സംഭവമില്ല. കണ്ണൻ ചേട്ടൻ വായിക്കുന്ന സമയത്ത് ഞാൻ പോലും ഇല്ല, പിന്നെ ഞാൻ ട്രോള് അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പ്രായം കുറവ് എന്തിനാ പറയുന്നത്? സെലിബ്രിറ്റി ഇന്റർവ്യൂസ് എടുക്കുന്ന എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റി ഇന്റർവ്യൂസ് എടുത്തിട്ടുള്ള RJs ഒരാൾ അല്ലെങ്കിൽ അവതാരകരിൽ ഒരാളാണ് ഹേമന്ത്. അങ്ങനെ എന്തെങ്കിലും ദുരനുഭവങ്ങൾ പറയാനുണ്ടോ? എനിക്ക് എന്ത് നെഗറ്റീവോളിയാണ്. ഇല്ല, അനുഭവങ്ങളായിട്ടില്ല. നടന്റെ പേര് പറയണമെന്നില്ല. ഇല്ല, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് പോകുമല്ലോ, ഇവരിങ്ങനെ ആയിരിക്കും ബിഹേവ് ചെയ്യുക, ഇവർ ഇത്രത്തോളം ലൈവ്ലി ആയിട്ടായിരിക്കും സംസാരിക്കുക. പക്ഷേ ചിലപ്പോൾ അവരുടെ തിരക്കുകൾ കാരണം ചിലപ്പോൾ ഇതേ ഒരു ആക്ടർ ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ സൈഡ് നോക്കുക. അപ്പോൾ അവർക്ക് അതിന്റെ കുറെ ടെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ ചില ദിവസം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി, ചില വൺ വേർഡ് ആൻസേഴ്സ് ഒക്കെ തരും. അപ്പം ഞാൻ ചോദിക്കും, സാർ ഇത് എങ്ങനെയായിരുന്നു സാറിന് ഈ ഒരു പ്രിപ്പറേഷൻ? കൊള്ളായിരുന്നു, കഴിഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, വേറെ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് പിന്നെ നമ്മൾ ആ സമയത്ത് ഓൺ ദ സ്പോട്ട് ഇരുന്ന് കുറെ ചോദ്യങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ചില വിഷമം വരും. അപ്പൊ നമ്മളിങ്ങനെ അരിശയും നമ്മൾ കുറെ പ്രതീക്ഷ. അപ്പൊ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ആയിരിക്കും. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇത് പോയല്ലോ. അതുപോലെ തന്നെ തിരിച്ചും സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് ആൾക്കാർ ഭയങ്കര രസമായിട്ട് ലൈവിലി ആയിട്ട്, ഇപ്പൊ ഞാൻ വിചാരിച്ച ഒരു 15 മിനിറ്റ് എടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ച ആൾക്കാർ 1.25 മണിക്കൂറിന് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ചാൽ ആ കോൺവേഴ്സ് എനിക്ക് ഇതിൽ എടുത്തു പറയാനുള്ള ജിയോ ബേബി സാറില്ലേ, ഡയറക്ടർ. അപ്പം ഞാൻ വിചാരിച്ചു സാർ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് റിസർവ്ഡ് ആണ്, കുറച്ച് നേരം സംസാരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ക്യാമറമാനോട് പറഞ്ഞു 20-25 മിനിറ്റ് മാക്സിമം നമുക്ക് ആ കണ്ടന്റ് എടുത്തിട്ട് സാറിനെ ഫ്രീ ആക്കാന്ന് പറഞ്ഞു. സാർ 1.5 മണിക്കൂർ ഇന്ന് സംസാരിച്ചു. അത് സാറിനെ കുറേ കാര്യങ്ങൾ സാർ സംസാരിച്ചു. അന്നേരം സംസാരിച്ചതിന് ശേഷം സാർ പറഞ്ഞു, ഞാൻ ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ വന്നപ്പോൾ കുറച്ച് സമാധാനമായി, ഒന്ന് ഫ്രീ ആയി, കുറേ പഴയ കാര്യങ്ങൾ ഓർക്കാൻ പറ്റി. അങ്ങനെ കുറെ അപ്പം തിരിച്ചും സംഭവിച്ചിട്ടുണ്ട്, 2 രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ നമ്മൾ കാണുന്ന സിനിമാക്കാരല്ലാതെ തന്നെ വേറെ ഒരു ബുദ്ധിജീവി ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ ഓർക്കുകയാണെങ്കിൽ ടി പത്മനാഭൻ അവിടെ ഇന്റർവ്യൂ ആണ്. പപ്പേട്ടനുമായിട്ട് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ടെൻഷനാണ് നമുക്ക്. പപ്പേട്ടനെ എങ്ങനെ ഫേസ് ചെയ്യുന്നതാണ് പപ്പേട്ടനെ. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. പപ്പേട്ടൻ ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയാൽ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. രസകരമായിട്ട് പറയും, ഇഷ്ടപ്പെട്ടതിനെ നിർത്താൻ പറയും, ക്യാമറ ഓഫ് ചെയ്തോ അങ്ങനെ. അപ്പൊ നമ്മൾ ചോദ്യം വേറെ ഒന്ന് ചോദിക്കും, വേറെ വാക്കുകൾ മാറ്റി ചോദിക്കുക, എന്നിട്ട് വേറെ ഐഡിയ പോയിട്ട് ജമ്പ് ചെയ്ത് പോയിട്ട് തിരിച്ചിലേക്ക് വരിക. പിന്നെ വേറെ ചോദിക്കാൻ വന്ന ഈ വാർത്തയുടെ ഒരു മാറ്റ ട്രാൻസിഷന്റെ കേസല്ലേ അവനോട് ചോദിച്ചതുപോലെ, ഈ ആദ്യകാലത്ത് പറഞ്ഞ പോലെ ഈ വളരെ കൃത്യമായിട്ടാണ് മലയാളം പറയേണ്ടതൊക്കെ. ആകാശവാണിയാണ് ഫോറിനർ, പൂർവ്വഗാമി ന്യൂസിന്റെ കാര്യത്തില്. അപ്പോൾ നമ്മൾ ശബ്ദപരിശോധന നടത്തുമ്പോൾ, ഓഡിഷൻ നടത്തുമ്പോൾ വളരെ നിർബന്ധമായിരുന്നു ഉച്ചാരണ ശുദ്ധി, പക്ഷ്മളാക്ഷി, ഗതാഘാതം, അക്ഷസ്ഫടിക സംകാശം, അങ്ങനെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറയണം, ഇല്ലെങ്കിൽ കൊണ്ടുപോകും. അപ്പോൾ വോയിസ് നോക്കുമ്പോൾ പ്രൊണൗൺസിയേഷൻ, ആർട്ടിക്കുലേഷൻ, മോഡുലേഷൻ, ഇതൊക്കെ എല്ലാത്തിനും പ്രധാനം. പെർഫോമൻസ്, ന്യൂസ് റീഡേഴ്സിനെ എടുക്കുമ്പോൾ ക്രൈസിസ് മാനേജ്മെന്റ് കൂടെ നോക്കുമായിരുന്നു. ഇത്രയും വെച്ചിട്ടാണ് ന്യൂസ് റീഡർ എടുത്തുകൊണ്ടിരുന്നതൊക്കെ. അതുകൊണ്ടാണ് ഈ അന്ന് ആകാശവാണിയുടെ വാർത്തകൾക്ക് ഇത്രയേറെ ആരാധകരുണ്ടായിരുന്നതും ആധികാരികത ഉണ്ടായിരുന്നതും. നേരത്തെ പറഞ്ഞ പോലെ ആണവ കരാർ എന്ന് പറയുന്ന കാര്യം സാധാരണക്കാരൻ അങ്ങനെ തന്നെ കിട്ടണം നിർബന്ധമൊന്നുമില്ല.
ഗൾഫിൽ നിന്നുള്ള ഫ്ലൈറ്റുകൾ വൈകും. അതെന്ത് എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ യുദ്ധം നടക്കുന്നതുകൊണ്ടാണ്. എന്തിനു പേരാണ് യുദ്ധം? അത് ആണവ കരാറിന് പേരാണ് യുദ്ധം. ഇങ്ങനെ ഡിറൈവ് ചെയ്ത് പോയാൽ കിട്ടിയാ കിട്ടി. ഇല്ല തന്നെ ഇൻഫോർടൈൻമെന്റ് ആണ്. ഈ എന്റർടൈൻമെന്റും ഇൻഫർമേഷൻ തമ്മിൽ ബ്ലെൻഡ് ചെയ്യുന്നതിൽ ഒരു സാമാന്യമായ ഒരു ബോധം വേണം. അത് നിർബന്ധമായിട്ട് വേണം. ചില ചാനൽസിലെങ്കിലും, പ്രത്യേകിച്ചും ഈ പ്രൈവറ്റ് ചാനൽസിലെങ്കിലും ഇതിൻ്റെ ഒരു അനുപാതം ശരിയല്ല എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ആക്ച്വലി ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇൻഫർമേഷൻ പക്കായിട്ട് കിട്ടിയാലേ ഇതിന് ആധികാരികത ഉണ്ടാവുള്ളൂ. TRP എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. TRP നിർത്തി സർക്കാർ. ഇൻഫർമേഷൻ കിട്ടണം എങ്കിലേ അതിനകത്തെ ഒരു ആധികാരിക ഒതന്റിസിറ്റി നിലനിൽക്കുള്ളൂ. ഇപ്പൊ അപർണ പറയുന്ന ഒരു കാര്യം, അപർണയും ഹേമന്തും കൂടി പ്രോഗ്രാം പ്രസിഡന്റ് ഇരിക്കട്ടെ, അതിനകത്ത് ഇവർ തമ്മിൽ പറയുന്നതും ചിരിക്കുന്നതും ഒക്കെ നമ്മൾ രസമായിട്ട് കേട്ടോണ്ടിരിക്കും. പക്ഷെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാം, എത്രത്തോളം നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം, ഒരു സംശയം വന്നാൽ തീർന്നു. ഇതിൽ പക്ഷെ ഒരു ചെറിയൊരു വിരുദ്ധാഭിപ്രായം തന്നെ. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് ചില കാര്യങ്ങൾ പറയുമ്പം എന്റർടൈൻമെന്റ് അല്ല, അത് നമുക്ക് ഇൻഫർമേഷൻ ആണ് കൊടുക്കേണ്ടത്. നമ്മൾ തന്നെ ഉള്ളിൽ ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ പഠിച്ചൊരു ജേർണലിസ്റ്റ് ആണ്, നമുക്ക് അതാണ് വളരെ കഷ്ടപ്പെട്ട് ചെയ്ത ചില പ്രോഗ്രാമുകളുണ്ട്. അത് പല ചാനലുകളും നമ്മൾ ചിലപ്പോൾ പോയി, നമ്മൾ ഇപ്പൊ ട്രൈബൽ ഏരിയസ് ആണെങ്കിൽ പോയി ചെയ്ത് കൊണ്ടുവരും. പക്ഷെ ഇതിന്റെ റീച്ച് വേറെ ആയിരിക്കും. അതിപ്പോ TRP അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമുക്ക് അല്ലാണ്ട് റീച്ച് അറിയാലോ, അത് വ്യൂസ് എടുക്കും, അത് ജനങ്ങളുടെ വിഷയമായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഡിബേറ്റ് എടുക്കുകയാണ്, ഇതായിരിക്കില്ല ആൾക്കാർക്ക്, ഇതൊരു ബന്ധമില്ല. ഇപ്പം നമ്മൾ ഈ പൊളിറ്റിക്കൽ ഡിബേറ്റുകൾ എന്തുകൊണ്ട് തീരുന്നില്ല എന്ന് ചോദിക്കുന്നത്, ചിലപ്പോൾ വലിയ ബഹളത്തിൽ മാത്രമായിരിക്കും ജനങ്ങൾ നിൽക്കുന്നത്. അപ്പം യഥാ രാജ തഥാ പ്രജ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഇൻഫർമേഷൻ മാത്രമായിട്ടൊരു സാധനം കൊടുക്കുമ്പോൾ അതല്ലേ പ്രേക്ഷകർക്ക് വേണ്ടത്. എന്നിട്ട് താഴെ ആൾക്കാർ ചോദിക്കും, നിങ്ങൾ ഇതാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടെ കട്ടിയുള്ളത് അല്ലെങ്കിൽ കഴമ്പുള്ളത് കാണിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഈ കഴമ്പുള്ളത് കാണിക്കുന്നിടത്ത് എവിടെയായിരുന്നു പ്രേക്ഷകർ എന്ന് ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറയാം. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സോളാർ കാലത്ത് CD വരുന്നു. ആ സോളാർ CD തപ്പിപ്പോകുന്നത് എല്ലാ ചാനലും സംപ്രേഷണം ചെയ്തു. എനിക്കൊന്നും ഏറ്റവും അതിഭീകരമായിട്ട് ചാനലുകളെ ക്രിട്ടിസൈസ് ചെയ്ത സമയമാണ്. എല്ലാവരും ലൈവ് പിറകെ ഇവിടുന്ന് പോകുന്നു. അന്ന് എന്റർടൈൻമെന്റ് ചാനലുകൾക്ക് റേറ്റിംഗ് ഉണ്ടായിരുന്നില്ല ആ വർഷം, ഇല്ലേ? അന്ന് ഗംഭീര റേറ്റിംഗ് ആയിരുന്നു എല്ലാ ന്യൂസ് ചാനലും. അപ്പൊ അത് ഞങ്ങളിരുന്ന് കണ്ടുണ്ടാക്കിയ റേറ്റിംഗ് അല്ലല്ലോ, അത് ഇരുന്ന് കണ്ടത് ഈ നാട്ടിലെ പ്രേക്ഷകരാണ്. അപ്പൊ പ്രേക്ഷകർക്ക് ഇതാണ് കാണുന്നത്. അപ്പം അതൊരു വല്ലാത്തൊരു ട്രെൻഡായിരുന്നു. അപ്പൊ ചില ആരോപണങ്ങൾ വളരെ ഉറക്കെയൊക്കെ അവർ തുറന്നു പറയുമ്പം നമ്മൾ നിൽക്കുന്ന സമയത്ത്, അന്ന് ഈ ഒരു ഏജും കൂടെ അല്ലാത്തതുകൊണ്ട്, അയ്യോ ഇതൊക്കെ എങ്ങനെയാ, ഇവരൊന്നും വെച്ചിട്ട് പോയിട്ടുണ്ട്, അവരെ വെക്കില്ലല്ലോ, അവരിങ്ങനെ പറയണം. മേ ബി അതിന് എന്ത് ഇതും ആകാം. പക്ഷെ അതും ആൾക്കാർ കാണാം. എന്നിട്ട് നാട്ടുകാർ ചോദിക്കും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ ഇതുമാതിരി കാര്യങ്ങളൊക്കെയാണോ? പക്ഷെ അല്ലാത്ത കാര്യങ്ങൾ ന്യൂസ് ചാനലുകൾ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ ബൈറ്റ് എടുക്കാൻ പോകും, ഏഷ്യാനിൽ തുടങ്ങിയ സമയത്ത് ബൈറ്റ് എടുക്കാൻ പോകുമ്പോൾ നാട്ടുകാർ ചോദിക്കും, ഇവിടെ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും, ആ ചേട്ടാ വെള്ളം കിട്ടണില്ല, ഇങ്ങനെയായിരിക്കും പറയാം. ഇപ്പം നിങ്ങൾ ചെന്ന് ബൈറ്റ് എടുത്ത് നോക്കണേ, കേരളത്തിന്റെ മുക്കിലും മൂലയിലും പോയിട്ട് അവരെങ്ങനെ പറയാം, ഇവിടെ ഇപ്പോൾ ജലം ദൗർബല്യം എക്സാക്ട്ലി. വീട്ടിൽ ഞങ്ങളിപ്പോ ന്യൂസ് ചാനൽസ് ഇരിക്കുമ്പോഴാണല്ലേ ഞങ്ങൾ ഇത് പറയുന്നത്. പക്ഷെ നാട്ടുകാരില്ലേ പ്രോപ്പർ ബൈറ്റ്, നാട്ടുകാർക്കല്ലേ എങ്ങനെ അതായത് അവരിതനുസരിച്ച് മോൾഡ് ആയിട്ട് വരിക. നീ മോൾഡിൽ നിന്ന് ഞങ്ങളെങ്ങനെ പുറത്തു കൊടുക്കും? പക്ഷെ അതാണ് വേണം ഞാൻ പറഞ്ഞത്. ഞാൻ അപർണ പറഞ്ഞോട് യോജിക്കുന്നു, ഞാൻ എതിർക്കുന്നില്ല. കാരണം ഈ ഇൻഫർമേഷനും എന്റർടൈൻമെന്റും തമ്മിലൊരു ബ്ലെൻഡ് വേണം. ഈ മാധ്യമത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, നിശ്ചയമായിട്ടുണ്ട് സൊസൈറ്റിയോട്. ഈ എത്രത്തോളം ഇൻഫർമേഷനെ മാസ്ക് ചെയ്തുകൊണ്ട് എന്റർടൈൻമെന്റ് കയറ്റാം എന്നുള്ളത് നിശ്ചയമായിട്ട് നിശ്ചയിക്കണം. ആ ബ്ലെൻഡ് നിശ്ചയിക്കണം, ആ പ്രൊപ്പോർഷൻ നിശ്ചയിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിതൊരു ഗുസ്തിയാക്കണ്ട, നമുക്ക് അങ്ങോട്ട് വരാം. ചേച്ചി, ഈ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവന്ന നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് 24-ലൂടെയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു മാറ്റങ്ങളൊക്കെ ദൃക്സാക്ഷിയാകുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇതിലേക്കൊക്കെ ഞാനൊക്കെ എങ്ങനെ പൊരുത്തപ്പെടും ദൈവമേ എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആദ്യമൊക്കെ ആലോചിച്ചു. കാരണം ഇപ്പം അറിയാലോ, ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഒരു രീതി, നമ്മൾ തമ്മിലൊക്കെ ചാടി നിന്നപ്പോൾ അതിന്റെ വേറൊരു വേർഷൻ ന്യൂസിലേക്ക് നടപ്പാക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യമൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതുമായിട്ട് എനിക്ക് എങ്ങനെ മേർജ് ആയി പോവാൻ പറ്റും എന്നൊരു സംശയം നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ സംസാരിച്ചിട്ടുണ്ടോ ഞാനിത് എന്ത് ചെയ്യുമെന്ന്? ഞാൻ സ്വയം മനസ്സിൽ ആലോചിച്ചു. പക്ഷെ അത്
ഈ പറയുന്ന പോലെയാണ്, ഞാൻ ആ ഒരു അതിര് വിട്ടൊരിക്കലും പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതെ, അപ്പൊ ഞാൻ അത് നല്ലതാണെന്നാണ് പഴമയുടെ അഭിപ്രായം. പുതുമ അങ്ങനെ തന്നെ പറയും. പൊതുവെ അങ്ങനെ പറയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഒരു പ്രശ്നമുണ്ട്, അതിരെവിടെയാണെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതാണ് വിഷയം. അതിന് വേണം എന്നുള്ള കാര്യം ഉറപ്പാ, സംശയമില്ല. അല്ല, ഹേമന്ത് അങ്ങനെ ആയിരിക്കുമല്ലോ പറയാം. നമുക്കിതിൽ വല്ലതും പറയാനില്ല. ഞങ്ങൾക്ക് വാർത്ത വായിക്കാനില്ലല്ലോ, ഞങ്ങൾ എന്ത് പറയും. അങ്ങനെ ഇതിനകത്ത് എന്താണ് ആർജസിനോടുള്ള അഭിപ്രായം? ഞങ്ങൾക്ക് ന്യൂസ് ഇല്ല സർ. ഞങ്ങൾക്ക് ഒരിക്കലും ഇപ്പൊ സാർ പറഞ്ഞ ഇൻഫോർടൈൻമെന്റ് ആണ്, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് മാത്രമേ സെല് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഒരിക്കലും ഒരു കോൺട്രവേഴ്സിയോ ഒരു പൊളിറ്റിക്കൽ അജൻഡയോസോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, ന്യൂസുകൾ പറയുന്ന പോലെ പറയാൻ പറ്റില്ല. പക്ഷേ യെസ്, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കുറേ അഭിപ്രായങ്ങളുണ്ടാവും, ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പല പല ന്യൂസുകളിലും പല പല കാര്യങ്ങളും നമ്മൾ ഈ രാജ്യത്ത് കാണുമ്പോൾ നമുക്കതൊന്ന് തുറന്ന് പറയണം. ഈ ഒരു ടേമിലിരിക്കുമ്പോൾ, ഈ ഒരു സീറ്റിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സിന് നിനക്ക് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുകൂടെ, റേഡിയോയിൽ പറഞ്ഞുകൂടെ ഞാൻ കുറേ ആൾക്കാർ ചോദിച്ചു. പക്ഷേ ഞങ്ങളുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് സെല് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ക്ലോസ് ഉണ്ട്. ഇന്നിന്റെ സാധനങ്ങൾ, ഇന്നിന്റെ ഭാഷകൾ പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ അടിപൊളി എന്നുള്ള ഒരു വേർഡ് ആർജസിന് പറയാൻ പാടില്ല എന്നാണ് പറയാ. അങ്ങനെ കുറെ വേർഡ്സ് ഞങ്ങൾ വളരെ കുറെ വേറെ വേറെ അടിപൊളി എന്നുള്ള വേർഡ് എന്ന് വെച്ചാൽ അങ്ങനത്തെ വേർഡ്സ് ഒന്നും അധികം യൂസ് ചെയ്യില്ല. അതിനിപ്പോ സാറ് പറഞ്ഞ പോലെ അധികം പറയാ, ജൻസി വാക്കുകൾ പറയാറുണ്ട്. ഇന്ററാക്ഷൻ മെത്തേഡിൽ മാത്രം സ്റ്റേഷൻസിൽ ഇപ്പം റേഡിയോസിലുള്ള ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്, ഞങ്ങൾ ആരെയും പണക്കില്ല, അവരെയും പണക്കില്ല, ഇവരെയും പണക്കില്ല. ശ്രോതാക്കളെ ഹലോ ഗൈസ് എന്നും പറയാറുണ്ടോ? അല്ലല്ല, അത് രണ്ടും പറയാം. അല്ല, ഞങ്ങള് സംസാരിക്കലേ ഉള്ളൂ. അതായത് ഞങ്ങളിങ്ങനെ മറ്റേ വലിയ ഇതില് തയ്യാറെടുപ്പൊക്കെ എടുത്ത് മറ്റേ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഹായ് ഗായ്സ് നമ്മളിപ്പോ അതൊന്നുമില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 1 to 1 ആണ്. ഇപ്പൊ എന്നെ ചേച്ചി കേൾക്കുകയാണ്, ചിലപ്പോൾ കാറിൽ ഡ്രൈവിലായിരിക്കാം, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് കേൾക്കുന്ന കുട്ടികളുണ്ട്, ഇല്ല ചിലപ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ ഇരുന്ന് കേൾക്കുന്നത്, വീട്ടിലിരുന്ന് അടുക്കളയിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഓരോ സിറ്റുവേഷനിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കേൾക്കാറ്, അവരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം. ആ സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കുക ഭയങ്കര ടാസ്കാണ്, ആ രീതിയിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആരെയും പണക്കില്ല, എല്ലാവരും ഹാപ്പി ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാലന്റ് എന്നല്ല, ഞങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ ടാസ്ക്. ആർജയിൽ ഈ ഇൻഫർടൈൻമെന്റ് എന്ന് പറഞ്ഞത് ഏതാണ്ട് 100% ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ആംഗിളിൽ നോക്കുമ്പോഴാണ് നിങ്ങൾ ഇടയ്ക്ക് തമാശ പറയുകയും ആൾക്കാർ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുത്തക്ക രീതിയിലുള്ള ചില തമാശകൾ പറയാം. അതേസമയത്ത് ഇൻഫർമേഷനും അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് തീവണ്ടി അരമണിക്കൂർ ലേറ്റാണ്, പാളയം വഴി പോകണ്ട, അവിടെ ജാഥ നടക്കുകയാണ്. ഇത് നല്ല ഇൻഫർമേഷനാണ് ശരിക്കും പറഞ്ഞത്. കാറിലൊക്കെ പോകുമ്പോഴേ കേൾക്കുന്ന ആളാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഇൻഫർമേഷൻ വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പൊ റേഡിയോ മാറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം രജിയാണ് അത് ആദ്യമായിട്ട് ഡ്യൂട്ടി കൊടുത്തത്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് തന്നെ ഇതായിരുന്നു, ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ അത് ഒരു RJ മോഡൽ തന്നെയാണ്. അന്ന് RJ എന്ന് പറഞ്ഞുകൂടാ, ഞങ്ങൾ ആകാശവാണി പറഞ്ഞുകൂടാ അങ്ങനെ. പക്ഷെ അത് RJ മോഡലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് റേഡിയോ മാറ്റിനായിരുന്നു. അന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അവതാരകർ എന്ന് പറയൂ, അവതാരകർ മാത്രമേ പറയുള്ളൂ, RJ എന്ന് പറയില്ല. ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടി. ഇങ്ങനെ രീതിയിൽ തുടങ്ങി നമ്മൾ റേഡിയോ മാറ്റിനി എന്നുള്ള പേരിൽ 2007 തുടങ്ങിയതാണ്. തമ്മിൽ ഏറ്റവും കുറവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അളകാന്ത് ചേച്ചിക്ക് ഞാനൊരു ടാസ്ക് തരട്ടെ. ഇപ്പൊ പറയും വേണ്ട, എനിക്ക് താല്പര്യം. ഈ ഇരിക്കുന്ന വാർത്താ അവതാരകരിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്? എനിക്ക് എന്നെ തന്നെ എന്ന് പറയുന്ന പരിപാടി ചേച്ചി, ആ പരിപാടി ഇല്ല കേട്ടോ. എനിക്ക് എന്നെ തന്നെ ഇഷ്ടം. അവസാനം എനിക്ക് അറിയാം, ഇവിടെ എങ്ങും ഇല്ലാത്ത ഒരാളിനെ എനിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് ആള് ശശികുമാർ. അതാരാണ് ശശികുമാർ? ഏഷ്യാനെറ്റിന്റെ സ്ഥാപകൻ, ദൂരദർശനിലെ ജനിച്ചിട്ടില്ല. അല്ല, സാർ പറഞ്ഞ സത്യമാണ്. അങ്ങനെ ചിലപ്പോ അറിയണ്ടാവും. വളരെ ശരിയാണ്. ശശികുമാർ ഒരു വെറ്ററൻ ന്യൂസ് റീഡർ ആയിരുന്നു. അദ്ദേഹം ദൂരദർശനാണ് തുടങ്ങുന്നത്. ദൂരദർശൻ ന്യൂസ് വായിച്ചു, ഇക്കണോമിക് അഫയേഴ്സ്, മണി മാറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു എക്കണോമിക് പ്രോഗ്രാം, എക്കണോമിക്സ് ബന്ധപ്പെട്ട ഫൈനാൻസ് ഒരു പ്രോഗ്രാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നത് ഏഷ്യാനെറ്റ് തുടങ്ങി. ഏഷ്യാനെറ്റിന്റെ മെന്ററായിരുന്നു, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെന്ററായിരുന്നു. അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് വിട്ടുപോയപ്പോൾ ഏഷ്യൻ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. അങ്ങനെ ഒരു ഗംഭീര സംഭവമായിരുന്നു, പ്രസ്ഥാനമായിരുന്നു. ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഈ രണ്ട് വാർത്താ അവതാരകരെ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? എന്തോ ഒരു
ഫേസ് കട്ട് പോലും താടി ഉണ്ടെന്നുള്ളത് ശശികുമാർ സാർ ആരാണെന്ന് ഇനി ഒരു ഇതോടെ പറഞ്ഞുതരാം. പി ഭാസ്കരൻ എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ അതെ, അദ്ദേഹത്തിന്റെ സണ്ണിലാണ്. ഓ അത് ശരി. ഞങ്ങളുടെ നാട്ടുകാരനാണ്. പി ഭാസ്കരനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ബന്ധമുണ്ടോ? പാട്ടുകാരനാണ്, നാട്ടുകാരനാണ്, എന്തൊക്കെയാ? ശശികുമാർ സാറിന്റെ ഒരു അല്ല, ഇന്റർവ്യൂ പി ഭാസ്കരൻ മാഷൊക്കെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ അദ്ദേഹം ഏഷ്യൻ സ്ഥാപനത്തിൽ അദ്ദേഹം തന്നെ ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റിന്റെ ഉണ്ടാക്കിയ ആൾക്കാരിൽ ഒരാളാണ്. പിന്നെ ശശികുമാർ സാറിന്റെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ട് ഞാൻ മുൻപ് ന്യൂസ് എയ്റ്റിൽ ചെയ്ത സമയത്ത് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. ഞങ്ങൾ മാപ്ര എന്ന് വിളിക്കും. മാപ്ര. അപ്പൊ ഇത് അവസാനത്തെ ചോദ്യം ഇതായിരുന്നു, മാപ്ര എന്ന് വിളിക്കുന്നത്. അപ്പൊ സാർ ഭയങ്കര പോസിറ്റീവ് അല്ലേ അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എടുക്കും. ഞാൻ സാറിന് പോസിറ്റീവ് ആയിട്ട് തോന്നുന്നു. സാർ അത് ഭയങ്കര പോസിറ്റീവാ, അത് നല്ലതാ. അത് പുള്ളി എന്തുകൊണ്ടാണ് ഇല്ല സാർ പറയുന്ന മാധ്യമ പ്രവർത്തനം സാർ പറയുന്ന അത് ഭയങ്കര നല്ല. അത് ആദ്യമായിട്ട് അപ്പൊ സാറ് പറഞ്ഞ പിന്നെ അതിന് തപ്പിയില്ല മട്ടിലാണ് ഞാൻ ചോദിക്കുന്നത്. അതുവരെ ആ പേരെന്തോ ഒരു പ്രശ്നമുണ്ട്. ശരിയാ പുള്ളി പറഞ്ഞു ഇല്ല അതൊരു വിഷയമല്ല എന്ന് പറഞ്ഞ് ഒരു പറ്റം മാപ്രകളാണ് എന്റെ ചുറ്റും ഇരിക്കുന്നത്. വീണ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചപ്പോ എനിക്കൊരു സംശയം. വീണ ഇതുപോലെ ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യാൻ പോയ സമയത്ത് കുട്ടി ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയ്യോ പിന്നെ അയ്യോ ചേച്ചി അറിയില്ല എല്ലാം ഞാൻ എടുത്ത് കാണിച്ചു. ഞാനൊരു വിവാദ നായികയായിരുന്നു ചേച്ചി. അത് ശരി. നീണ്ട കഥയാണ്. അല്ല, അളകാന്ത ചേച്ചിയുടെ ആ ചോദ്യം ചോദിച്ചത് വിട്ടുപോയി. ചേച്ചിക്ക് എന്തുകൊണ്ടാണ് ആ രണ്ട് മാധ്യമപ്രവർത്തകരോട് വല്ലാത്ത സ്നേഹം? പ്രണോയ് റോയ് എനിക്ക് ഇഷ്ടമായിരുന്നത് ഭയങ്കര കമ്പോസ്ഡ് ആയിരുന്നു. ഒരിക്കലും ഒരു സിറ്റുവേഷനിലും പുള്ളി കൈവിട്ടു പോവില്ല. ഒരു ഒച്ചയിടിയോ അല്ലെങ്കിൽ ദേഷ്യം വരുമോ അങ്ങനെയൊന്നുമില്ല. വളരെ കമ്പോസ്ഡ് ആയിട്ട് പക്ഷെ ചിരിച്ചുകൊണ്ട് എപ്പോഴും ഹി വാസ് ഓൾവേസ് പ്ലസന്റ്. ഇപ്പം നമ്മളൊരു അല്ലാത്തൊരു കഥ കേട്ടതല്ല, ഞാൻ കണ്ടതാണ് സംഭവം. ഒരിക്കൽ ഫ്ലോറിൽ ന്യൂസ് തുടങ്ങുമ്പോൾ ലൈറ്റ് ഇടാൻ മറന്നുപോയി. അപ്പൊ ഇരുട്ടത്താണ് പുള്ളി ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വരുന്നത്. അപ്പൊ ഹി സ്മൈൽഡ് ആൻഡ് സെഡ് he forgot to put on switch on the lights എന്ന് പറഞ്ഞിട്ടൊക്കെ തുടങ്ങി. ഭയങ്കര കമ്പോസ്ഡ് ആയിരുന്നു. എനിക്ക് അതുകൊണ്ടായിരുന്നു പ്രണോയ് റോയുടെ ഇപ്പോഴും എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാൾ വേറെ ഇല്ല. ശശികുമാർ സാറും ഈക്വലി എന്ന് വെച്ചാ ഈ പറയുന്ന പോലെ വായനയിലൊക്കെ ഭയങ്കര ക്ലാരിറ്റിയും ആ പുള്ളിയുടെ മുഖത്തെ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻലെസ് എക്സ്പ്രഷൻസ് ഒരു കൂൾ ആൻഡ് കമ്പോസ്ഡ് വേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മലയാളി എന്നുള്ളൊരു സ്നേഹം കൂടി ഉണ്ടായിരുന്നു. അത്രയും മിടുക്കനായിട്ട് നിന്ന ശശികുമാർ സാറിന് ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോൾ ആ ഒരു രീതി വേണമെന്ന് ഒട്ടുമേ ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ എന്നോടൊക്കെ പറഞ്ഞതാ, നമ്മളൊരാളോട് വർത്തമാനം പറയുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഇരുന്ന് ബലം പിടിച്ചിട്ടാണോ? അല്ല, ആ രീതിയെ നമുക്ക് വേണ്ടാട്ടോ. ഞാനും ദൂരദർശൻ, മായയും ദൂരദർശൻ, പക്ഷെ അത് വേണ്ടാട്ടോ. അപ്പോഴാണ് ഈ ഫ്രീഡത്തിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ചും കൂടി മനസ്സിലായി തുടങ്ങിയതല്ലേ. നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഈ വാർത്ത വായിച്ച് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആവുമല്ലോ. അപ്പൊ നമുക്ക് ഓക്കെ, ഇനി ഒരു ചെറിയ ഇടവേള എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പാട്ടൊക്കെ പാടിയിരിക്കുമ്പോൾ വാർത്ത വീണ്ടും ആരംഭിച്ച ആ ഒരു സിറ്റുവേഷൻ ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? അത് പലപ്പോഴും വരാറുണ്ട് അങ്ങനെ. അപ്പൊ നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, അത് വന്നാൽ നമ്മൾ കാഷ്വൽ ആയിട്ട് വാർത്തയിലേക്ക് കയറും. അതൊക്കെ അത്രേ ഉള്ളൂ. ചേച്ചി കാഷ്വൽ ആയിട്ട് അവിടെ ഇരുന്ന് എന്താ ചെയ്യാറുള്ളത്? എന്തൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ആലോചിച്ചുകൊണ്ടേണ്ടിരിക്കും. വീട്ടിൽ എന്തായി എന്നുള്ളത് നമ്മൾ ആലോചിച്ചായിരിക്കുന്ന സാധനം. ഇത് വരുമ്പോഴാണ് അയ്യോ ഇത് വന്നല്ലേ, ആ ശരി എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഈ ജെൻസിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സാധാരണ മിണ്ടുന്നത് ഞാൻ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു, പറയണോ വേണ്ടയോ എന്നാലോചിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും സമയം അങ്ങനത്തെ വാർത്തയൊക്കെ നടക്കുന്ന സമയത്ത് ഇതൊരു ട്രോളൊന്നും ഇല്ല. എനിക്ക് ബാക്കിയെല്ലാം ഓണറിൽ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും, പക്ഷെ ചിരി ഡീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതോ ഒരു ട്രോള് വരും, ചിരിക്കാനും പറ്റുന്നില്ല, അന്ന് സീരിയസ് ആകാനും പറ്റില്ല. ബ്രേക്ക് കഴിയുകയും ചെയ്തു, ഒരു പ്രത്യേക രീതിയിലൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് അത്. പക്ഷെ അത് ഓണറിൽ എങ്ങനെയെങ്കിലൊക്കെ തടിതപ്പി അങ്ങ് ബ്രേക്ക് പെട്ടെന്ന് അറിയാണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുറത്തുപോയ സാധനമൊക്കെ അതായിരിക്കും, മുടി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹായ് എന്ന് പറയുന്നതോ ഇപ്പൊ വരാട്ടോ എന്നൊക്കെ, ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ വെളിപ്പോകുന്നത്. നമ്മുടെ ഈ മലയാള വാർത്താ വായന ആദ്യമായിട്ട് ഇവിടെ തുടങ്ങിയ ആളാണ് കണ്ണൻ സാർ എന്നൊക്കെ നമ്മളിങ്ങനെ കാര്യമായിട്ട് പറഞ്ഞെങ്കിലും കണ്ണൻ സാറിനെ അറിയുന്നതിന്റെ 100 ഇരട്ടി ആൾക്കാർ അദ്ദേഹത്തിന്റെ ഭാര്യയെ അറിയും. ദൂരദർശനിലെ വാർത്താ അവതാരികയായി തിളങ്ങിയ ഹേമലത ചേച്ചി. ഹേമ ചേച്ചി എന്താ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? തന്നെ വന്നൂടെ എന്നല്ലേ? അതല്ലാതെ അതായത് അദ്ദേഹം 38 വർഷം ദൂരദർശനിൽ വാർത്ത അവതരിപ്പിച്ച് ലോക റെക്കോർഡിട്ട ആളാണ്. എന്റെ അമ്മേ, 38 വർഷം. അപ്പോൾ ആ സമയത്ത് റിട്ടയർമെന്റ് വന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇനി ഞാൻ ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നില്ല. അതെ, ഇത്രയും കാലം ഒന്നത് മതി, പുതിയ ആൾക്കാർ ധാരാളം വരുന്നുണ്ടല്ലോ, വരട്ടെ.
അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അതിനുശേഷം ഒരു പരിപാടിക്കും പോയിട്ടില്ലേ? എനിക്കിപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്കില്ലേ, കുറേ വർഷങ്ങളായിട്ട് ആൾക്കാർക്ക് അസിനെ കാണാനില്ല, അസിന്റെ ഫോട്ടോയോ ഒന്നും കാണാറില്ലെന്ന് പറഞ്ഞ പോലെ കുറച്ചു കാലത്തേക്കിന് ഹേമ ചേച്ചി ഓൺലൈൻ മാധ്യമങ്ങളിൽ ഒന്നിലും കാണാറില്ല, ഒരു ഇൻസ്റ്റഗ്രാമിൽ പോലും കാണാറില്ല. അങ്ങനെ ഒരു ഒളിവ് ജീവിതം നയിക്കാൻ തീരുമാനിച്ചോ? ഒളിവ് ജീവിതം അല്ലല്ലോ, അതെങ്ങനെ ഒളിവ് ജീവിതം? ഒളിവൊന്നും അല്ല. കാരണം റിട്ടയർ ചെയ്ത ആ സമയത്ത് കുറച്ച് ദിവസത്തേക്ക് ഈ യൂട്യൂബ് ചാനലുകാരുടെയും ഓൺലൈൻ ചാനൽ അവരുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടോ? അവരുടെ ഭയങ്കര ഒരു തിരക്കായിരുന്നു. കാരണം ആരെയും നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം ഈ വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരെല്ലാവരും ഒന്നല്ല വേറെ രീതിയിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ബന്ധം വഴി വരുന്ന അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരോട് ശരി വന്നോളൂ എന്ന് പറയും. ഇവരോട് എല്ലാവരോടും നമ്മൾ പറയേണ്ട മറുപടി ഒന്ന് തന്നെയാണ്, ചോദ്യങ്ങളും ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഈ മറുപടി പറഞ്ഞു മതിയായി. അതുകൊണ്ട് അതിനൊരു കാരണം കൂടി ഉണ്ട്. ഹേമ അന്ന് അത് ന്യൂസ് നിർത്തിയ ദിവസം ഞാൻ നിർത്തുകയാണ്, ഇന്നതാണെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പൊ അത് എല്ലാവരും കേട്ടത് കൊണ്ടാണ് ഇത്രയും ആളുകൾ അത് മനസ്സിലാക്കിയത്. അതിപ്പോ നമ്മളെ പോലെ ഒരാളത് ഒരാള് നേരിട്ട് കാണുമ്പോഴേ ചോദിക്കുള്ളൂ, ഇത് ഹേമയ്ക്ക് അതലച്ചത്, ഹേമ അത് കറക്റ്റ് ആയിട്ട് ലാസ്റ്റ് എന്റെ വാർത്തയാണെന്നുള്ള കറക്റ്റ് പറഞ്ഞ അങ്ങോട്ട് ആൾക്കാർ അത് കേൾക്കുകയല്ലേ, വേറൊരു വാല്യൂ അല്ലേ. ഈ ആകാശവാണിയിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരോട് ചോദിക്കട്ടെ, ആകാശവാണി ദൂരദർശനം ഒഴിച്ചു കഴിഞ്ഞാൽ വാർത്ത വായിക്കുന്നതിൽ ഇവരിൽ ആരുടെ ചാനലാണ് ഏറ്റവും ഇഷ്ടം? ഞാൻ പറയണ എല്ലാം ഇഷ്ടമാണ്. ഒന്നും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അങ്ങനെയില്ല. വാർത്ത വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും മണ്ടത്തരം പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അതുപോലെ ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ഈ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നതിനിടെ എന്തെങ്കിലും മണ്ടത്തരം ചോദിച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ പൊതുവെ എല്ലാരും പറയുന്നത് ഞാൻ മണ്ടത്തരം മാത്രമേ ചോദിക്കാറുള്ളൂ, പക്ഷെ ഞാനതൊരു അലങ്കാരമായിട്ട് കൊണ്ടുനടക്കും. നമ്മൾ തിരിച്ചു ചോദിക്കുന്നതായിരിക്കും സർ നല്ലത്. ഇത്രയും ഇന്റർവ്യൂസ് ചെയ്തേല് വേണമെന്ന് വെച്ച് വൃത്തിക്ക് ചെയ്ത ഏതെങ്കിലും ഒരു ചോദ്യം പ്ലാൻഡ് സ്ക്രിപ്റ്റ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇങ്ങനെ അഭിനയിക്കണം, അഭിനയിച്ചാൽ ഞാൻ വെറും പരാജയമായി പോകും, അതുകൊണ്ട് ഞാൻ അഭിനയിക്കാം. മണ്ടത്തിലൊന്നും അഭിനയിക്കല്ല തന്നെ. ഇതാണ് വീണ. പക്ഷേ ഈ വീണ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. ഈ RJs നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരും ഏതാണ്ട് ഒരേ ശബ്ദവും അതിലൊന്നും ചെയ്യാൻ പറ്റും. വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഹാങ് ചെയ്തിരുന്ന ഒരു ലൈറ്റ് പൊട്ടിത്തെറിച്ചു. അപ്പൊ എന്തോ കത്തുന്നുണ്ടെന്നുള്ള എനിക്കറിയാം, കാരണം സ്ക്രിപ്റ്റിന്റെ പുറത്ത് ചാരം വീഴുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളാണ്. ട്രെയിൻ ഗതാഗതവും മുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വലിയൊരു വാർത്ത അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് വേണ്ടി വായിക്കാൻ പറയുമ്പോഴേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് സെറ്റ് ആവില്ല. നിങ്ങൾ ഈ പറയുന്ന അല്ലെന്നേ നമ്മൾ പറയുന്ന ന്യൂജൻ വാക്കുകൾ, അത് ഇതെന്ത് കോപ്പാന്നൊക്കെയുള്ള മട്ടില്ല. ഇതൊരു സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് ആ പകരം വന്നത് ഏതോ അതിപ്രശസ്തയായ ഏതോ നടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇതിലെന്തായാലും ഞാൻ വഴക്കൊന്നും കേട്ടില്ല, പക്ഷെ ആരെങ്കിലും ഒക്കെ മെമ്മോയ്ക്ക് ഉത്തരം കൊടുത്തു. കൊല്ലത്ത് ഒരു ഷൂട്ട് നടന്നു, അന്ന് എന്നെ അതിലേക്ക് അഭിനയിക്കാൻ വിളിച്ചു. ഓടി തിയേറ്ററിലൊക്കെ വന്നു. എൻ്റെ മോന് അവൻ 2ാം ക്ലാസ്സിൽ എന്തോ പഠിക്കാം. ഈ സെമിത്തേരി ഭയങ്കര പേടിയായിരുന്നു അത്ര. ഇവരുടെ കൂടെ വരുമ്പം സെമിത്തേരിയുടെ അമ്മ പേടിയാ എന്ന് പറയുന്നു. അവനിപ്പോൾ അതിനകത്ത് കിടക്കാൻ, അതിനകത്ത് ഇട്ടിട്ട് ഞാനങ്ങനെ പോകും വീട്ടിലേക്ക്, ഇവരവിടെ നിൽക്കും. ആ സമയത്ത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, ഞങ്ങൾക്ക് എന്തും പറയാം. ചിലപ്പം ഉള്ളിൽ എവിടെയെങ്കിലും അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഏതെങ്കിലും കാലത്തായിരിക്കും ഇതൊക്കെ പുറത്ത് വരുന്നുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ വരുമ്പം ഓക്കെ പറയൂ എന്ന് ചോദിക്കാൻ പറ്റുമല്ലേ നമുക്ക്? ഇപ്പം പറയാൻ പറ്റും.